എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നാലാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രെഡിസസേഴ്സ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചില അസോസിയേഷൻസ്, ചില ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അത് രൂപീകരിക്കുന്നതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എ.ഒ. ഹ്യൂം ആയിരുന്നു. എ.ഒ. ഹ്യൂം പ്രിസൈഡ് ചെയ്തിട്ടാണ് അത് നേതൃത്വത്തിലാണ്, എ.ഒ. ഹ്യൂമിന്റെ നേതൃത്വത്തിലാണ് അത് രൂപീകരിക്കപ്പെടുന്നത്. ബോംബെയിലാണ് അത് രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ ഒരുപാട് അസോസിയേഷൻസ് ഇന്ത്യയിൽ പലയിടങ്ങളിലും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധതയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ആയിട്ടൊക്കെ ഒരുപാട് അസോസിയേഷൻസ്, ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് ഗ്രൂപ്പ്സ് ഒക്കെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ലീഗ്, ഇന്ത്യൻ അസോസിയേഷൻ ഇൻ കൽക്കത്ത, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, മദ്രാസ് മഹാജൻ സഭ, പൂന സർവജനിക് സഭ, അങ്ങനത്തെ ഒരുപാട് അസോസിയേഷൻസ് രൂപീകരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പ്രധാനമായിട്ടത് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഒരു ലാൻഡ് ഹോൾഡർ സൊസൈറ്റിനെ കുറിച്ചും ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിനെ കുറിച്ചും പറയാം. ലാൻഡ് ഹോൾഡർ സൊസൈറ്റി 1838 ഒരു സാമിൻദാസിന്റെ അസോസിയേഷൻ ആണ് ലാൻഡ് ഹോൾഡർ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ലാൻഡ് ലോഡ്സിന്റെയും അതുപോലെയുള്ള വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാൻഡ് ഹോൾഡർ സൊസൈറ്റി അഥവാ സാമിന്ദാരി അസോസിയേഷൻ തുടങ്ങുന്നത് 1838. അത് ലാൻഡ് ലോഡ്സിനെ മാത്രമാണ് കേന്ദ്രീകരിച്ചത്. ദെൻ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി. ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ഏപ്രിൽ 1843 രൂപീകരിക്കപ്പെടുന്നത്. ബംഗാളിലാണ് രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായൊരു സംഘടനയാണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ആദ്യകാലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ചില പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ളതിലേക്ക് പോവാം. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത 1851. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത ഇതെന്ന് പറഞ്ഞാല് ബംഗാളിൽ തന്നെയാണ് ഈ ഇതും, കൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതും രൂപീകരിക്കപ്പെടുന്നത്. ലാൻഡ് ഹോൾഡർ സൊസൈറ്റിയുടെ ഒക്കെ കുറച്ചും കൂടെ വിപുലീകരിച്ച ഒരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത എന്ന് പറയാൻ സാധിക്കും. ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥകൾ, അതുപോലെ തന്നെ ഇവരെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാല് എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിനെ, അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും കോടതിയും അതുപോലെ തന്നെ ബ്യൂറോക്രസിയും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥിതിയെ നീതിന്യായ വകുപ്പ് മാറ്റി നിർത്തി പ്രവർത്തിക്കുക എന്നതൊരു അവരുടെ ഒരു ആവശ്യമായിരുന്നു. ദെൻ ഇന്ത്യക്കാരായുള്ളവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുക, സാലറി കൂട്ടി കൊടുക്കുക, അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, സോൾട്ട്, ഉപ്പിന്റെ മീതുള്ള നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നിർത്തലാക്കുക. ഇങ്ങനത്തെ കുറെ ആവശ്യങ്ങളാണ് ഈ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത മുന്നോട്ട് വെച്ചത്. ഈ അസോസിയേഷന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലും ഒരു മിഡിൽ ക്ലാസ് ആളുകളെ തന്നെ അവരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇവര് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചാർട്ടർ ആക്ട് 1853 ഇവരുടെ അസോസിയേഷന്റെ, ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഒരുപാട് ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് ഡെക്കാൻ അസോസിയേഷൻ 1852 ഡെക്കാൻ അസോസിയേഷൻ. ഈ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ മാതൃകയിൽ തന്നെയാണ് ഡെക്കാൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. ഡെക്കാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഡെക്കാൻ എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കുള്ള പ്രദേശങ്ങളിൽ
ആക്കിയുള്ള പ്രവർത്തനമാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. ഫെബ്രുവരി 1852 ഈ ഒരു അസോസിയേഷന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ഡെക്കാൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നത് പൂനെയിലായിരുന്നു. ഓക്കെ, ദെൻ ദ മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ, മറ്റൊന്നാണ് മദ്രാസ് നാറ്റീവ് അസോസിയേഷൻ, 1852 വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഡെക്കാൻ അസോസിയേഷന്റെ ഒരു മദ്രാസിൽ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഡെക്കാൻ അസോസിയേഷന്റെ ഒരു ബ്രാഞ്ച് മദ്രാസിൽ തുടങ്ങുകയാണ്. പിന്നീട് അതൊരു സ്വതന്ത്ര സംഘടനയായിട്ട് വേറൊരു സംഘടനയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് 1852 തന്നെ. അങ്ങനെയാണ് അത് വരുന്നത്. അടുത്തത് ദ ബോംബെ അസോസിയേഷൻ. ബോംബെ അസോസിയേഷൻ തുടങ്ങുന്നത് ഓഗസ്റ്റ് 26, 1852 ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് the government authorities in India or in England about the need for the removal of existing evils and the prevention of proposed measures. അതായത് ഇവിടെ നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഈവിൾസ്, തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു അസോസിയേഷനാണ് ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലായാലും ഇംഗ്ലണ്ടിലായാലും ഉള്ളവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതാണ് അവർക്ക് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമുള്ള ഓഫീസേഴ്സിന് മുന്നറിയിപ്പ് നൽകുകയാണ്, ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായിരുന്നു ഇതിൽ പ്രധാനമായിട്ട് ഉള്ളത്. അതായത് പൊതുവിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവരെ ഇത് തുടങ്ങിയിട്ടുള്ളത്, എല്ലാ അസോസിയേഷനും പോലെ തന്നെ. ദെൻ മറ്റൊരു അസോസിയേഷൻ ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1866 1866 ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വരുന്നത്. ദാദാബായ് നവറോജി ലണ്ടനിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? ലണ്ടനിലാണ്. ദാദാബായ് നവറോജിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിന്റെ ബ്രാഞ്ചസ് ബോംബെ, കൊൽക്കത്ത, മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളിലും വരുന്നുണ്ട് 1869. അപ്പൊ 1866 ലണ്ടനിലാണ് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ബ്രാഞ്ചസ് വരുന്നത് 1869 മദ്രാസ്, കൽക്കത്ത, ബോംബെയിലൊക്കെ. ഇതിൽ പ്രധാനമായിട്ടും ദാദാബായ് നവറോജി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന കുറെ ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെയാണ് പറയുന്നത്. ദെൻ പൂന സാർവജനിക് സഭ. പൂന സാർവജനിക് സഭ 1867 രൂപീകരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാല് ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജായിട്ട്, ഒരു പാലമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് പൂന സാർവജനിക് സഭ പ്രവർത്തിച്ചിരുന്നത്. ദെൻ മറ്റൊന്നാണ് ഇന്ത്യൻ ലീഗ്. ഇന്ത്യൻ ലീഗിന് തുടക്കം കുറിക്കുന്നത് ശിശിർ കുമാർ ഘോഷയാണ് 1875. ശിശിർ കുമാർ ഘോഷ് ജനങ്ങളുടെ ഇടയിൽ ഒരു ദേശീയത വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ മറ്റൊരു അസോസിയേഷൻ ആണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത സുരേന്ദ്രനാഥ് ബാനർജിയുടെയും അതുപോലെ തന്നെ ആനന്ദ് മോഹൻ ബോസിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ് മോഹൻ ബോസ് 1876 കൽക്കത്തയിലാണ് ഈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത രൂപീകരിക്കുന്നത്. ഇന്ത്യയെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, യൂണിഫൈയിങ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ തുടങ്ങുന്നത് ഫിറോസ് ഷാ മേത്ത, KT തെലങ്, ബദറുദ്ദീൻ ത്യാബ്ജി ഇവരുടെ നേതൃത്വത്തിലാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ തുടങ്ങുന്നത്. 1885 വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പേ ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി മറ്റൊന്നാണ് മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭ 1884 മദ്രാസ് മഹാജൻ സഭ തുടങ്ങുന്നത്. കിട്ടുന്നില്ല വീരരാഘവാചാരി കിട്ടി. വീരരാഘവാചാരി, ആനന്ദ ചർലു ആൻഡ് സുബ്രഹ്മണ്യ അയ്യർ ഇവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പം 1884 വീരരാഘവാചാരി, അതുപോലെ തന്നെ P. ആനന്ദ ചാർലു, ദെൻ B. സുബ്രഹ്മണ്യ അയ്യർ ഇവരുടെ നേതൃത്വത്തിലാണ് മദ്രാസ് മഹാജൻ സഭ തുടങ്ങുന്നത്. ഇതും എന്താ പറയാ, മദ്രാസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത്രയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പേ 1880 2 അസോസിയേഷൻ മാത്രമാണ് വളരെ പ്രാചീനമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി, ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി, ദ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ കൽക്കത്ത. ഇതായിരുന്നു വളരെ മുമ്പ് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയാണ് വളരെ പണ്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ 1850 ശേഷം സെക്കൻഡ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി എന്ന് പറയാല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ കൽക്കത്ത, ഡെക്കാൻ അസോസിയേഷൻ,
മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, ദ ബോംബെ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ദ ഇന്ത്യൻ ലീഗ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൽക്കത്ത, ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, മദ്രാസ് മഹാജൻ സഭ, ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത്. അപ്പൊ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിലേക്ക് വഴി കൊടുത്ത ഒരു സംഘടന എന്ന് പറയുന്നത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആണ്. ഇതിനെ മെർജ് ചെയ്തിട്ടാണ്, ഇതൊക്കെ കൂടിയാണ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുൻപ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഘടനകൾ എന്ന് പറയുന്നത്. ഇതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ.ഒ. ഹ്യൂമാണ്. എ.ഒ. ഹ്യൂം, അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയാണ്. അദ്ദേഹമാണ് ഇത്തരം ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടുന്ന നേതൃത്വമെല്ലാം നൽകുന്നത്. എ.ഒ. ഹ്യൂം, W.C. ബാനർജി, ദാദാബായ് നവറോജി, ദെൻ വില്യം വെഡർബൺ, R.H. സയാനി, ബദറുദ്ദീൻ ത്യാബ്ജി തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. ഇത് രൂപീകരിക്കപ്പെടുന്നതിൽ പ്രധാനമായിട്ടും വരുന്നവര് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള, സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന വിഭാഗക്കാർ, ഒരു മിഡിൽ ക്ലാസ് എലൈറ്റ് ഗ്രൂപ്പാണ്. മിഡിൽ ക്ലാസ് എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരാണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത്. എ.ഒ. ഹ്യൂമാണ് പ്രധാനമായിട്ട് ഇതിന് ഷെയ്പ്പ് ചെയ്യുന്നത്, ഇതിനൊരു രൂപം നൽകുന്ന എ.ഒ. ഹ്യൂമാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത് W.C. ബാനർജിനെയാണ്. ദെൻ ഇനി INC രൂപീകരിക്കുന്നത് ബോംബെയിലാണ്, ഡിസംബറിലാണ് 1885. പിന്നെ കൊല്ലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇതിന്റെ കൂടിച്ചേരലുകളോ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് പ്രധാനമായിട്ടും ആദ്യകാലങ്ങളിൽ എന്തിനാണ് മുൻകൈ എടുത്തിരുന്നത്, INC എന്തിനാണ് ആദ്യകാലങ്ങളിൽ മുൻകൈ എടുത്തിരുന്നത്? പൊതുജന താല്പര്യാർത്ഥമുള്ള കാര്യങ്ങള് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, എല്ലാ പ്രൊവിൻസസിനെയും ഏകീകരിച്ചുകൊണ്ട്, അതായത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും ഏകീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ദെൻ പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും വന്നിട്ടുണ്ട്. നമുക്കറിയാം എ.ഒ. ഹ്യൂം ഒരു വിദേശിയായിരുന്നു, അല്ലെ യൂറോപ്യൻ ആയിരുന്നു, ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹം എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എന്നത് ഒരു വലിയ തർക്ക വിഷയം തന്നെയാണ് ചരിത്രകാരന്മാരുടെ ഇടയ്ക്ക്. ഇതിനെ ഒരു സേഫ്റ്റി വാൾവ് ആയിട്ടാണ് എ.ഒ. ഹ്യൂം കൊണ്ടുവന്നത് എന്ന് പറയുന്നത്. സേഫ്റ്റി വാൾവ്, അതായത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ ഭരണത്തിൽ ഇരുന്നിരുന്ന വൈസ്രോയ് ലോർഡ് ഡഫറിൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ അധികാരത്തിൽ ഇരുന്നിരുന്ന ഡഫറിനാണ്, ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിന് എ.ഒ. ഹ്യൂം വളരെ നിർബന്ധിച്ചിട്ടാണ് ഡഫറിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാനുള്ള അനുവാദം നൽകുന്നത്. ഡഫറിൻ ആദ്യത്തെ സമ്മേളനത്തിൽ 82 ആളുകളും മറ്റേ പങ്കെടുത്തിട്ടുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അന്ന് 82 85 ആ ഒരു കണക്കിന് ആളുകൾ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ലോർഡ് ഡഫറിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കളിയാക്കി വിളിച്ച ഒരു പേരായിരുന്നു മൈക്രോസ്കോപ്പിക് അസോസിയേഷൻ എന്നുള്ളത്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു അസോസിയേഷൻ എന്ന് കളിയാക്കിയിട്ടുണ്ട് ലോർഡ് ഡഫറിൻ അന്ന്. അപ്പം ലോർഡ് ഡഫറിനും ഈ ഒരു അസോസിയേഷൻ അത്രയൊരു വില മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി എ.ഒ. ഹ്യൂം ഇതൊരു സേഫ്റ്റി വാൾവ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ പല പല അസോസിയേഷൻസ്, പല പല സംഘടനകള് രൂപീകരിക്കപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പല പല സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഒരു നാഷണലിസം എന്ന് പറഞ്ഞ ആശയം വളരുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു ദേശീയത ഇന്ത്യക്കാരുടെ ഇടയിൽ വളരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്റി, ഏകീകൃതമായിട്ടുള്ള ഒരു സ്വഭാവം ഇന്ത്യക്കാരുടെ ഇടയിൽ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള എ.ഒ. ഹ്യൂം ഇതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ തുടങ്ങിയതാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അസോസിയേഷൻ എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, ലാലാ ലജ്പത് റായ് ഈ ഒരു തിയറിനെ വളരെ വിശ്വസിക്കുന്ന ഒരാളാണ്. സേഫ്റ്റി വാൾവ് തിയറിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എ.ഒ. ഹ്യൂം അത്തരം ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഘടന തുടങ്ങിയത് എന്ന് തന്നെയാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. അതായത് ജനങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ആന്റി ബ്രിട്ടീഷ് വിരുദ്ധ വികാരങ്ങൾ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സംഘടന, അതായിട്ടാണ് ഇതിനെ സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലാലാ ലജ്പത് റായ് അടക്കമുള്ളവർ അന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടത്തിയിരുന്നു. പിന്നീട് വന്ന ചരിത്രകാരന്മാരുടെ ഇടയ്ക്കും പല തർക്ക വിഷയമാണ് ഇതിനെ എന്ന് പറയുന്നത്. പക്ഷെ ബിപിൻ ചന്ദ്ര, നമ്മുടെ ചരിത്രകാരനായിട്ടുള്ള ബിപിൻ ചന്ദ്രയുടെ പുസ്തകങ്ങളിലൊക്കെ ഹ്യൂമിനെ അത്ര മോശക്കാരനായിട്ടല്ല വിലയിരുത്തിയിട്ടുള്ളതെന്നും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പം ഈ INCയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ എന്തൊക്കെ മുൻനിർത്തിയിട്ട് എന്തൊക്കെയാണ് INCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം.
ഒരു ഡെമോക്രാറ്റിക് നാഷണലിസ്റ്റ് മൂവ്മെന്റ്, ഇന്ത്യയുടെ ഒരു ഡെമോക്രാറ്റിക് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ കോളനികൾ ഇവിടെ ചൂഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചൂഷണ പ്രവർത്തികൾ ബ്രിട്ടീഷുകാർ നിർത്തണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. മൂന്നാമതായിട്ട് ഒരു കൊളോണിയലിസത്തിനെതിരായിട്ട് രാജ്യ താല്പര്യം കൊണ്ടുവരിക, കൊളോണിയൽ മൂവ്മെന്റ്സ് കൊണ്ടുവരിക എന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു. Then promote friendly relation among national political workers from different parts of the country. ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകളും പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുണ്ട് അല്ലെ, ഇവരെ ഏകീകരിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുക. ദെൻ അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകളുടെയും അതുപോലെ തന്നെ സാധാരണ ആളുകൾക്കും കൂടെ പങ്കാളിത്തം വരുന്ന രീതിയിൽ പ്രവർത്തനം കൊണ്ടുവരിക. അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ നാഷണൽ യൂണിറ്റി, രാജ്യം മൊത്താകം ഒരു യൂണിറ്റി, ഒരു ഏകീകരണം കൊണ്ടുവരിക. ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല ഒബ്ജക്റ്റീവ്സിൽ എവിടെയും ഇല്ലാത്ത ഒന്നെന്തായിരുന്നു, ഈ കോളനി വൽക്കരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ലക്ഷ്യം അതിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നുള്ള ആശയം ഉണ്ടായിരിക്കാം, പക്ഷെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അപ്പൊ ഇതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോടിയായിട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ യൂണിറ്റിൽ. താങ്ക് യു.